ഹായ് എല്ലാവർക്കും നമസ്കാരം. I+ന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയറിലെ പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഭാഗത്തെ പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളുമാണ്. അപ്പോൾ അത്യാവശ്യം ഈ ചോദ്യങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ കിട്ടും, കാരണം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് അനവധിയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നോക്കൂ. ഹൗ മെനി അപ് കോർക്ക് ആൻഡ് ഡൗൺ കോർക്ക് ആർ ദെയർ ഇൻ എ ന്യൂക്ലിയസ് ഓഫ് ഓക്സിജൻ 817? അതായത് ഓക്സിജൻ 817 എന്ന് പറഞ്ഞ എലമെന്റിൻ്റെ അകത്ത് എത്ര ക്വാർക്കുകൾ അപ് കോർക്ക് ഉണ്ട്, എത്ര ഡൗൺ കോർക്ക് ഉണ്ട് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. സോ ഇവിടെ നമുക്ക് ഉള്ളത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ 8ഉം അതുപോലെ തന്നെ 17ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്നതാണ് പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ നമ്പർ എത്രയാണ്? പ്രോട്ടോൺ നമ്പർ 8 ആണ്. ന്യൂട്രോൺ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 - 8 സമം 9 എന്ന് കിട്ടും. നമുക്കറിയാം പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ക്വാർക്ക് കോമ്പിനേഷൻ എന്താണ്? UUD ആണ് അല്ലേ? UUD. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് DDU ആണ് അല്ലേ? അപ്പോൾ UUD എന്ന് പറയുമ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻറ്റു 8, അതായത് 8 അപ് കോർക്ക് ഉണ്ടാവും, 8 അപ് കോർക്ക് ഉണ്ടാവും, അതുപോലെ 8 ഡൗൺ കോർക്ക് ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ എത്ര എണ്ണം? 9 എണ്ണം ഉള്ളത്. അപ്പോൾ ഇൻറ്റു 9, ന്യൂട്രോൺ 9 എണ്ണം ഉണ്ട്. അപ്പോൾ സമം 9D, 9D, 9U. അപ്പോൾ ഇതിൽ നിങ്ങൾ U എല്ലാം കൂടി കൂട്ടണം. 8U 8U എത്ര? 16 ആവും. 16 + 9U 25U എന്ന് കിട്ടും അല്ലേ? കോമ D കൂട്ടുക. എത്രയാണ്? 9D 9D 18, 18 + 8D 26D. അപ്പോൾ 25Uവും അതുപോലെ 26Dയും ഇതിനകത്തുണ്ടാവും. 25Uവും അതുപോലെ 26Dയും ഇതിനകത്തുണ്ടാവും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ് കേട്ടോ. അടുത്ത ചോദ്യം, ലെപ്റ്റോൺ നമ്പർ ഈസ് കൺസേർവ്ഡ് ഇൻ. ലെപ്റ്റോൺ നമ്പർ എവിടെയാണ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്? ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇൻട്രാക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇതിൻ്റെ അകത്തെല്ലാം ലെപ്റ്റോൺ നമ്പേഴ്സ് കൺസേർവ്ഡ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടൊരു ഉത്തരം പറയണമെങ്കിൽ ഓപ്ഷൻ എ മാത്രമേ പറ്റുള്ളൂ. ഓൾ ഇൻട്രാക്ഷൻസിലും ലെപ്റ്റോൺ നമ്പർ കൺസേർവ്ഡ് ആവണം. അടുത്ത ചോദ്യം, മെസോൺസ് ആർ കമ്പോസ്ഡ് ഓഫ്. മെസോണുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ് കോർക്ക്, എ കളർലെസ് ക്വാർക്ക്, ആൻറ്റി ക്വാർക്ക് പെയർ, 3 ക്വാർക്ക് വിത്ത് 3 ഡിഫറെൻറ്റ് കളേഴ്സ്, 3 ക്വാർക്ക് ഓഫ് സെയിം കളർ, എനി ഓഡ് നമ്പർ ഓഫ് ക്വാർക്ക്. ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ആദ്യം ചിന്തിക്കണം? മെസോൺ ഒക്ടക്റ്റിൻ്റെ അകത്തേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ മെസോൺ ഒക്ടക്റ്റിൻ്റെ ക്വാർക്ക് സ്ട്രക്ചറിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഈ മെസോൺ ഒക്ടക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കാം. നിങ്ങൾ ക്ലാസ്സിൽ പോയി കണ്ട് പഠിക്കണം കേട്ടോ. മെസോൺ ഒക്ടക്റ്റ് ആണ്. നിങ്ങൾ മെസോൺ ഒക്ടക്റ്റ് എടുക്കുമ്പോൾ K0 എന്ന് പറഞ്ഞാൽ എന്താണ്? DS ബാർ ആണ് അല്ലേ? ഇനി K+ ആണെങ്കിൽ അത് US ബാർ ആണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ മെസോണുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ K0 മെസോൺ ആണ്, K+ മെസോൺ ആണ്. ഇനി π-, π0, π+ ഒക്കെ എടുത്താലും മെസോണുകളാണ്. ഈ മെസോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് 2 ക്വാർക്കുകൾ ഉപയോഗിച്ചാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ തന്നെ 2 ഓപ്ഷൻ നമുക്ക് കളയാം. 3 ക്വാർക്ക്, 3 ക്വാർക്ക്, അതുപോലെ എനി ഓഡ് നമ്പർ ഓഫ് ക്വാർക്ക് നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റും, കാരണം 2 ക്വാർക്കുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ ഏതാ? ഒരു ക്വാർക്കും അതിൻ്റെ ആൻറ്റി ക്വാർക്കും. നിങ്ങൾ കളർലെസ് എന്ന കൺസെപ്റ്റ് ആലോചിക്കേണ്ട. ഓപ്ഷൻ അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു ക്വാർക്കും, അതായത് UD എന്ന് പറയുന്ന ക്വാർക്കും പിന്നെ സ്ട്രേഞ്ചിൻ്റെ ആൻറ്റി ക്വാർക്കും, അല്ലെങ്കിൽ ഇവിടെ Uവും S ബാറുമാണ്. മനസ്സിലായി? അപ്പോൾ ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഒരു മെസോൺ ഉണ്ടാകുന്നത്. ഈ K0യും K+ഉം K ബാറും K0 ബാറും π-, π0, π+, ഇതിനെല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാർക്കുകളിലെ മെസോണുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെസോണുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ മെസോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് 2 ക്വാർക്കുകൾ ഉപയോഗിച്ചാണ്. അതൊരു ക്വാർക്കും പിന്നെ ഏതെങ്കിലും ഒരു ആൻറ്റി ക്വാർക്കുമായിരിക്കും ആ കോമ്പിനേഷനിൽ വരിക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് എലമെന്ററി പാർട്ടിക്കിൾ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് കൺസർവേഷൻ ലോസ്? താഴെ തന്നിരിക്കുന്ന റിയാക്ഷനുകളിൽ പോസിബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിബിൾ അല്ലാത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക. പോസിബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ QBLS ചെക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻ എ കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ എ റിയാക്ഷൻ എങ്ങനെയാണ്? π0 ഇംപ്ലൈസ് ഗാമ പ്ലസ് ഗാമ. അപ്പോൾ Q, B, L, S.
ചാർജ് പൈ സീറോയുടെ ചാർജ് 0 ആണ്. അപ്പോൾ 0 ഇംപ്ലൈസ് എന്താണ് 0 + 0. അത് ഓക്കെയാണ്. ലെഫ്റ്റും റൈറ്റും ഒരേ സംഖ്യകളാണ്. അപ്പോൾ അത് ഓക്കെയാണ്. ഒരേ സംഖ്യ വെച്ചാൽ 0 ഈക്വൽ ടു 0 + 0 തുല്യമായി വരണം. ഇനി അടുത്തത് ബാരിയർ നമ്പർ ആണ്. ബാരിയർ നമ്പർ എടുക്കുമ്പോഴും എന്ത് കിട്ടും? 0 ഇംപ്ലൈസ് 0 + 0 അതും ഓക്കെയാണ്. ലെഫ്റ്റ് ഹാൻഡ് നമ്പർ ആണെങ്കിലും 0 ഇംപ്ലൈസ് 0 + 0 അതും ഓക്കെയാണ്. ഇനി സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും 0 ഇംപ്ലൈസ് 0 + 0 ആണ്. QBLS ഓക്കെയാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് അലൗഡ് ആണ് അല്ലേ? അലൗഡ് ആണ്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് അല്ല, അലൗഡ് ആണ്. ഓക്കെ, അലൗഡ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നോട്ടാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എ അലൗഡ് ആണ്. ഓപ്ഷൻ ബി നോക്കണം. λ0 ഇംപ്ലൈസ് ഇ പ്ലസ് പ്ലസ് പൈ മൈനസ്. എന്താ ചെക്ക് ചെയ്യേണ്ടത്? QBLS ആണ് ചെക്ക് ചെയ്യേണ്ടത്. ചാർജ് λ0 ചാർജ് ഇവിടെ 0 ഇംപ്ലൈസ് 1 + -1. ഓക്കെ, അത് കറക്റ്റ് ആണ്. ലെഫ്റ്റും 0 ആണ്, റൈറ്റ് 1 - 1 എടുക്കുമ്പോൾ 0 കിട്ടും. ബി ചെക്ക് ചെയ്യുമ്പോൾ 1 ഇംപ്ലൈസ് ബാരിയർ നമ്പർ ഇംപ്ലൈസ് 0 + 0. അത് തെറ്റാ. കാരണം ലെഫ്റ്റ് 1ഉം റൈറ്റ് 0 + 0 0യുമാണ്. അപ്പോൾ ഇനി ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് തെറ്റാണ് എന്തായാലും. അതായത് ക്യൂവും ബിയും എൽഎസും റിയാക്ഷൻ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ, അതായത് തുല്യ സംഖ്യകൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ മാത്രമേ ആ റിയാക്ഷൻ അലൗഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ബി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിലെ ബാരിയർ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് 1ഉം റൈറ്റ് 0 കിട്ടുന്നത്. സോ അതുകൊണ്ട് അലൗഡ് അല്ലാത്ത റിയാക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ സിയും ഡിയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെക്ക് ചെയ്താലും അത് ക്യൂവും ബിയും എൽഎസും ലെഫ്റ്റും റൈറ്റും തുല്യമായിരിക്കും, കാരണം അതെല്ലാം അലൗഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. Proton and neutron are fermions and also baryons. Which of the following describe proton and neutrons? എന്താണ്? Proton and neutron are fermions and also baryons. Which of the following describe proton and neutron? പ്രോട്ടോണും ന്യൂട്രോണും എന്ത് ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് UUD ആണ്. 2 അപ്പ് കോർക്കും ഒരു ഡൗൺ കോർക്കും. ഒരു ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് DDU ആണ്. അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ദേ കമ്പോസ്ഡ് ഓഫ് ക്വാർക്ക്, 3 ക്വാർക്ക് അല്ലേ? 3 ക്വാർക്കുകൾ അതിൻ്റെ അകത്ത് ഉണ്ട്. 3 ക്വാർക്കുകൾ നമുക്ക് അതിൻ്റെ അകത്ത് പറയാൻ പറ്റും. 3 ക്വാർക്കുകൾ ദേ കമ്പോസ്ഡ് ഓഫ് ക്വാർക്ക്. ഓക്കെ, ഉണ്ടോ? ഇതാണ്. They are composed of 3 quark and have half integer spin. ഇതിന്റെ സ്പിൻ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ്. അടുത്ത ചോദ്യം. The particle X that can give rise to the reaction X plus P implies N plus E plus. The particle X that can give rise to the reaction X plus P implies N plus E plus എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ QBLS തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് പി ഇംപ്ലൈസ് N പ്ലസ് ഇ പ്ലസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? QBLS നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് നമുക്കറിയില്ല. അപ്പോൾ ഡാഷ് പ്ലസ് 1 ഇംപ്ലൈസ് 0 പ്ലസ് 1. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടത് എത്രയാണ്? ഇവിടെ 0 വരണം, എങ്കിലേ റിയാക്ഷൻ തുല്യമാവുള്ളൂ ഇടതും വലതും. മനസ്സിലായോ? ഇനിയിപ്പോൾ അടുത്ത് നോക്കിയോളൂ. ബി ചെക്ക് ചെയ്യാനാണെങ്കിൽ എന്താണ്? നമുക്ക് ആദ്യത്തെ അറിയില്ല. ഡാഷ് പ്ലസ് 1 ഇംപ്ലൈസ് 1 പ്ലസ് 0. അപ്പോൾ ഇവിടെ എത്ര വരണം? ഇവിടെയും 0 വരണം, ബാരിയർ നമ്പർ. അടുത്ത എല്ല് ചെക്ക് ചെയ്യണം. ഡാഷ് പ്ലസ് 0 ഇംപ്ലൈസ് 0 മൈനസ് 1 എന്നാണ്. ഇവിടെ എത്ര വരണം? -1 വരണം അല്ലേ? ഇവിടെ -1 വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇനി സ്ട്രേഞ്ചേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡാഷ് പ്ലസ് 0 ഇംപ്ലൈസ് 0 പ്ലസ് 0 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? 0 വരണം. മനസ്സിലായോ? 0 വരണം. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കണം. ബാരിയർ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? -1 ആയിരിക്കണം. എത്രയാണ്? ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? -1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലെപ്റ്റോൺ നമ്പർ -1 ആയിട്ടുള്ള ഓപ്ഷനുകൾ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കുക. ഒന്ന് ന്യൂ ഇ ബാറും അതുപോലെ ന്യൂ മ്യൂ ബാറിനും ലെപ്റ്റോൺ നമ്പർ -1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും കളയാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാവണം.
ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇലക്ട്രോണുമായിട്ട് റിലേറ്റ് ചെയ്ത പോസിട്രോൺ ആണ്, മനസ്സിലായോ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എലമെന്റ് ഇവിടെ വരണം, അതായത് അതിന്റെ ന്യൂട്രിനോ ഇടതുവശത്ത് വരണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രിനോ ഏതാണ്? ന്യൂ ഇ ബാർ ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി എടുക്കാം. അതുകൊണ്ട് ഓപ്ഷൻ ഡിയെ നമുക്ക് മാറ്റാൻ പറ്റും. പിടികിട്ടിയ? ചിലതിലൊക്കെ നമുക്ക് റിയാക്ഷൻ വെച്ച് തന്നെ പറ്റും, അങ്ങനെ അല്ലാത്തതിലൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദ ക്വാർക്ക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടോൺ. നമ്മൾ റിപ്പീറ്റഡ് ചോദ്യം വരികയാണ്. നമ്മൾ ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് UUD ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് DDU ആണ്. സോ UUD ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഈ ക്വാർക്ക് ക്യാൻ അപ്പിയർ ഇൻ. നമ്മൾ ക്വാർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വാർക്കിൻ്റെ അകത്ത് 3 കളറുകളാണുള്ളത്. 3 കളറുകൾ നമുക്ക് ഈ ക്വാർക്കിൻ്റെ അകത്ത് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? പ്രൈമറി കളറ് റെഡ്, ഗ്രീന്, അതുപോലെ ബ്ലൂ. ഇങ്ങനെ 3 കളറുകളാണ് നമ്മൾ ഈ ക്വാർക്കിനെ കുറിച്ച് പറയുന്നത്. ഇത് കൂടാതെ 3 എണ്ണം കൂടിയുണ്ട്. ആൻറ്റി റെഡ്, അതുപോലെ ആൻറ്റി ഗ്രീന്, അതുപോലെ ആൻറ്റി ബ്ലൂ. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ക്വാർക്കുകളെ കുറിച്ച് പറയുമ്പോൾ ഈ 3 കളേഴ്സിനെ കുറിച്ച് പറയണം. ആൻറ്റി ക്വാർക്കുകളെ കുറിച്ച് പറയുമ്പോൾ ഈ 3 കളേഴ്സും പറയണം. മനസ്സിലായോ? ഇവിടെ ചോദിക്കുന്നത് എന്താ? ക്വാർക്ക് ക്യാൻ അപ്പിയർ ഇൻ ആണ്. ക്വാർക്ക് എന്ന് പറയുന്നത് 3 കളറേ ഉള്ളൂ. സോ 3 കളേഴ്സ്. ക്വാർക്കും ആൻറ്റി ക്വാർക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എത്ര കളറുണ്ട്? 6 കളറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി. അടുത്ത, മീഡിയേറ്റർ ഓഫ് സ്ട്രോങ് ഇന്ററാക്ഷൻ. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് സ്ട്രോങ് ഇന്ററാക്ഷൻ കൊണ്ടുവരുന്ന മീഡിയേറ്റർ ആണെന്ന് വെച്ചാൽ അത് ഗ്ലൂവോണുകളാണ്. നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടുവരുന്ന ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന പോലെ ന്യൂക്ലിയസിലെ കണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു വയറ് പോലൊരു ഭാഗമുണ്ട്, പശ പോലെ. അവയെ നമ്മൾ ഗ്ലൂവോണുകൾ എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി. അടുത്തത്, ദ ചാർജ് ഓഫ് അപ്പ് കോർക്ക് ആൻഡ് ഡൗൺ കോർക്ക്. നമ്മൾ അപ്പ് കോർക്ക് എടുക്കുകയാണെങ്കിൽ അവയുടെ ചാർജ് എത്രയാണ്? 2/3 E ആണ്. ഇലക്ട്രോണിക് ചാർജിന്റെ 3/2 ഭാഗമാണ്. ഇനി നമ്മൾ ഡൗൺ കോർക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 E ആണ്. -1 കേട്ടോ, -1/3 E. അപ്പോൾ ഇതാണ് ചാർജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഹാസ് സ്പിൻ S 3/2. കാണാതെ പഠിക്കേണ്ട ചോദ്യമാണ്. ഒമേഗ ഹൈപ്രോണുകൾക്കാണ് സ്പിന്ന് 3/2 ഉള്ളത്. എന്താണ്? ഒമേഗ ഹൈപ്രോണുകൾക്കാണ് സ്പിന്ന് 3/2 ഉള്ളത്. മ്യൂ ന്യൂട്രിനോയുടെ സ്പിന്ന് 0 ആണ്. ഓക്കെ, ഈറ്റ മെസോണിന്റെ സ്പിന്ന് ഹാഫ് ആണ്. ഇനി സിഗ്മ ഹൈപ്രോണുകളുടെ സ്പിന്ന് ഹാഫ് ആണ്. ഒന്ന് കാണാൻ പഠിച്ചു വെച്ചോളൂ. ഒമേഗ ഹൈപ്രോണുകളാണെങ്കിൽ അത് 3/2 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ ക്വാർക്ക് മോഡൽ കൺസിഡറിങ് ബോത്ത് ക്വാർക്ക് ആൻഡ് ആന്റി ക്വാർക്ക് ദ ക്വാണ്ടം നമ്പർ കളർ ക്യാൻ ഹാവ് ഡാഷ് ഡിഫറെന്റ് വാല്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ക്വാർക്കും ഒരു ആന്റി ക്വാർക്കും എടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 6 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് പാർട്ടിക്കിൾ ഡീകേ ഈസ് നോട്ട് അലൗഡ്. താഴെ തന്നിരിക്കുന്നത് അലൗഡ് അല്ലാത്ത പാർട്ടിക്കിൾ ഡീകേ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? QBLS ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ λ0 ഇംപ്ലൈസ് എന്താണ്? n+γ അല്ലേ? അപ്പോൾ Q, B, L, S ചെക്ക് ചെയ്യണം. അപ്പോൾ അറിയാം 0 ഇംപ്ലൈസ് 0+0. ഓക്കെ, അടുത്തത് എന്താണ്? 1 ഇംപ്ലൈസ് 1+0. അടുത്തത് 0 ഇംപ്ലൈസ് 0+0. ഇത് എഴുതണമെങ്കിൽ നന്നായിട്ട് നിങ്ങൾ ഇതിന്റെ വാല്യൂസ് പഠിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. -1 ഇംപ്ലൈസ് 0+0. ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ലെഫ്റ്റും റൈറ്റും തുല്യമാണ്. പക്ഷേ ഇതെന്താ? -1 = 0 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ അലൗഡ് അല്ലാത്ത ആരാ? ഓപ്ഷൻ എ തന്നെയാണ്. പിന്നീട് മറ്റേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഓപ്ഷൻ. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ ഈസ് ഇൻ ദെയർ. ഇലക്ട്രോണും പോസിട്രോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇലക്ട്രോൺ നമുക്കറിയാം. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഇതാണ് ഇലക്ട്രോൺ, സാധാരണ ഇലക്ട്രോൺ. അതിന്റെ മാസ് എത്രയാ? 9.1 × 10⁻³ കിലോഗ്രാം ആണ് അതിന്റെ ഇലക്ട്രോണിക് മാസ് എന്ന് പറയുന്നത്. ദെൻ പോസിട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ പോസിറ്റീവിനെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ മാസും 9.1 × 10⁻31 കിലോഗ്രാം തന്നെയാണ്. രണ്ടിന്റെയും സ്പിന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ഹാഫ് ആണ്. മനസ്സിലായോ? പക്ഷെ ചാർജ് വ്യത്യാസമാണ്. നമുക്കറിയാം 1.6 × 10⁻19 കൂളം നെഗറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. എന്നാൽ ഇലക്ട്രോണിന്റെ പോസിറ്റീവിനെയാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. അതിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1.6 × 10⁻19 കൂളമാണ്. അപ്പോൾ
ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ചാർജ് ആണ്. മാസും സ്പിന്നും ഒക്കെ സെയിം ആണ് കേട്ടോ. അടുത്തത്, എ മെസോൺ ഈസ് മേഡ് അപ്പ് ഓഫ്. ഒരു മെസോൺ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഒരു ക്വാർക്കും ഒരു ആന്റി ക്വാർക്കും ആണ്. നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞു അല്ലെ, കെ ഒക്കെ രൂപീകരിക്കുന്നത് ഡിയും കെ ബാറൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത്. ന്യൂട്രീനോ ഈസ് എ. ന്യൂട്രീനോ എന്ത് ആണ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂട്രീനോ എന്ന് പറയുന്നത് ബാരിയോൺ ആണോ, മെസോൺ ആണോ, ലെപ്റ്റോൺ ആണോ? ന്യൂട്രീനോ. അപ്പൊ ഇങ്ങനെ ന്യൂട്രീനോ, ന്യൂ ഇ, ന്യൂ മ്യൂ, ന്യൂട്ടോ, ഇതെല്ലാം എന്താണ്? ലെപ്റ്റോണുകൾക്ക് ഉദാഹരണമാണ് അല്ലെ. ഓപ്ഷൻ സി. എ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് ആന്റി പാർട്ടിക്കിൾ ഹാവ് ഡാഷ്. എന്താണ്? ഒരു പാർട്ടിക്കിളിനും ഒരു ആന്റി പാർട്ടിക്കിളിനും എന്താണ്? ഒരേ സ്പിൻ ആയിരിക്കും, സെയിം സ്പിൻ ആയിരിക്കും. പക്ഷെ ആന്റി പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അത് പഠിച്ചു വെക്കണം, കാണാണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. അടുത്തത്, ഫോർ ആൻ ഇലക്ട്രോൺ ദ ലെപ്റ്റോൺ നമ്പർ ഈസ്. ഒരു ഇലക്ട്രോണിന്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? ലെപ്റ്റോൺ നമ്പർ +1 ആണ് അല്ലെ. ചാർജ് ഓഫ് അപ്കോർക്ക്. അപ്കോർക്കിന്റെ ചാർജ് എത്രയാണ്? 2e/3 അല്ലെ. ഓപ്ഷൻ ബി. ബാരിയോൺ നമ്പർ ആൻഡ് ബാരിയോൺ നമ്പർ ഫോർ ബാരിയോൺ ആൻഡ് ആന്റി ബാരിയോൺ. ഒരു ബാരിയോൺ എടുത്തു കഴിഞ്ഞാൽ ആ ബാരിയോണിന്റെ ബാരിയോൺ നമ്പർ +1 ആയിരിക്കും. ആന്റി ബാരിയോണുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ലെപ്റ്റോൺ നമ്പർ -1 ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാർട്ടിക്കൽ ഫിസിക്സിന്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നോക്കണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ചോദ്യങ്ങളെങ്കിലും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കൂ. ഓൾ ദി ബെസ്റ്റ്.